Welcome to Kindergarten at Bethesda, in the wonderful and matchless name of our Lord and Savior Jesus Christ. Dear sisters and brothers, നമ്മുടെ കർത്താവ് താൻ ക്രൂശീകരിക്കപ്പെടുന്നതിൻ്റെ തലേ ദിവസം സന്ധ്യയിൽ ശിഷ്യന്മാരുമൊത്ത് അത്താഴം കഴിക്കുകയും അതോടനുബന്ധിച്ച് ദിവ്യബലി എന്ന ആ ഹോളി സാക്രമെൻ്റ് മൂലം ഒരു ഉടമ്പടി സ്ഥാപിക്കുകയും ചെയ്തു. പുതിയ നിയമത്തിനുള്ള രക്ത ഉടമ്പടി, ആ ഉടമ്പടി സ്നേഹത്തിൻ്റെ കൃപയുടെ ഉടമ്പടിയായിരുന്നു. കവനൻ്റ് ഓഫ് ഗ്രേസ്. നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പീൻ എന്നൊരു പുതിയ കൽപ്പന യേശുക്രിസ്തു അവർക്ക് കൊടുത്തു. കാരണം അവിടെ പ്രദർശിപ്പിക്കപ്പെട്ടത് സ്നേഹത്തിൻ്റെ പരമകാഷ്ഠ ആയിരുന്നു, പാരമ്യമായിരുന്നു. കർത്താവ് തൻ്റെ തിരുശരീരവും തിരുരക്തവും അവർക്കായി പങ്കിട്ട് കൊടുത്തു. നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. അതാണ് യേശുവരോട് പറഞ്ഞത്. അവർ അതിനുശേഷം സ്തോത്രഗീതങ്ങൾ പാടി ഒലിവുമലയ്ക്ക് പോയി. ഒലിവുമലയുടെ കിഴക്കേ ചെരുവിലുള്ള ഒലിവ് തോട്ടത്തിലേക്കാണ് അവർ പോയത്. ആ തോട്ടമാണ് ഗത്സമേൻ തോട്ടം. ആ തോട്ടത്തിൽ യേശു പോയത് തനിക്ക് സംഭവിക്കുവാൻ പോകുന്ന ആ സംഗതികളെല്ലാം പിതാവിൻ്റെ സന്നിധിയിൽ വെച്ച് തനിക്കതെല്ലാം സഹിക്കുവാനുള്ള കൃപ കിട്ടുവാൻ പ്രാർത്ഥിക്കുവാനായിരുന്നു. യേശുക്രിസ്തു തന്നോടൊപ്പം ശിഷ്യന്മാരെ കൂട്ടി. പക്ഷേ ശിഷ്യന്മാർ 8 പേരെ ആ പ്രവേശന കവാടത്തിൽ നിർത്തിയിട്ട് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി തോട്ടത്തിലേക്ക് കടന്നുപോയി. പിന്നീട് അവരെ അവിടെ നിർത്തി യേശു തന്നെ മുൻപോട്ട് പോയി കവിണ് വീണു പ്രാർത്ഥിച്ചു എന്നാണ് നാം തിരുവചനത്തിൽ വായിക്കുന്നത്. അന്ന് ആ ഗത്സമേൻ തോട്ടത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് വായിക്കാം. വിശുദ്ധനായ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 26 വേഴ്സസ് 36 through 56. അനന്തരം യേശു ശിഷ്യന്മാരുമായി ഗത്സമന എന്ന തോട്ടത്തിൽ വന്ന് ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പീനെന്ന് പറഞ്ഞു. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പീനെന്ന് അവരോട് പറഞ്ഞു. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിണ്ണു വീണു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവൊരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. രണ്ടാമതും പോയി, പിതാവേ, ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടായെങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അനന്തരം അവൻ വന്ന് അവർ കണ്ണിന് ഭാരമേറിയാൽ പിന്നെയും ഉറങ്ങുന്നത് കണ്ടു. അവരെ വിട്ട് മൂന്നാമതും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു, ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവീൻ, നാഴിക അടുത്തു, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു. എഴുന്നേൽപ്പീൻ, നാം പോക, ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ സംസാരിക്കുമ്പോൾ തന്നെ യൂദായും അവനോടുകൂടെ മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും അയച്ച വലിയൊരു പുരുഷാരവും വാളും വടികളുമായി വന്നു. അവനെ കാണിച്ചു കൊടുക്കുന്നവൻ, ഞാൻ ഏവനെ ചുംബിക്കുമോ അവൻ തന്നെ ആകുന്നു, അവനെ പിടിച്ചുകൊള്ളുവീനെന്ന് അവർക്കൊരു അടയാളം കൊടുത്തിരുന്നു. ഉടനെ
യൂദ യേശുവിൻ്റെ അടുക്കൽ വന്നു റബി വന്ദനം എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു. യേശു അവനോട്, സ്നേഹിത, നീ വന്ന കാര്യം എന്ത് എന്ന് ചോദിച്ചപ്പോൾ അവർ അടുത്ത് യേശുവിന്മേൽ കൈവച്ച് അവനെ പിടിച്ചു. അപ്പോൾ യേശുവിനോട് കൂടെ ഉള്ളവരിൽ ഒരുവൻ കൈ നീട്ടി വാളൂരി മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ കാതറുത്തു. യേശു അവനോട്, വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവരൊക്കെയും വാളാൽ നശിച്ചു പോകും. എൻ്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലഗ്യോനിലും അധികം ദൂതന്മാരെ എൻ്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടാ എന്ന് തോന്നുന്നുവോ? എന്നാൽ ഇങ്ങനെ സംഭവിക്കണമെന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവൃത്തി വരും എന്ന് പറഞ്ഞു. ആ നാഴികയിൽ യേശു പുരുഷാരത്തോട്, ഒരു കള്ളൻ്റെ നേരെ എന്ന പോലെ നിങ്ങൾ എന്നെ പിടിപ്പാൻ വാളും വടികളുമായി വന്നിരിക്കുന്നു. ഞാൻ ദിവസേന ഉപദേശിച്ചും കൊണ്ട് ദേവാലയത്തിലിരുന്നിട്ടും നിങ്ങളെന്നെ പിടിച്ചില്ല. എന്നാൽ ഇതൊക്കെയും പ്രവാചകന്മാരുടെ എഴുത്തുകൾ നിവൃത്തിയാകേണ്ടതിന് സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. യേശു തൻ്റെ പിതാവിൻ്റെ അടുത്ത് ഇരിക്കുവാൻ, അവനോട് പ്രാർത്ഥിക്കുവാൻ, തനിക്ക് സംഭവിക്കുവാൻ പോകുന്ന ആ കാര്യങ്ങളെല്ലാം പിതാവിനോട് ഷെയർ ചെയ്യുവാൻ, പിതാവിൽ നിന്ന് ശക്തി സംഭരിക്കുവാൻ, പ്രാർത്ഥിക്കുവാനായിട്ടാണ് അവിടെ വന്നത്. 3 ശിഷ്യന്മാരെ നിർത്തി അവരിൽ നിന്നും അല്പം മുമ്പോട്ട് പോയി അവിടെ കവിണ് വീണു. നമുക്കാർക്കും മനസ്സിലാക്കുവാൻ വയ്യാത്ത, വിശദീകരിക്കുവാൻ പറ്റാത്ത ഒരു വലിയ വിഷമസന്ധിയിൽ കൂടെയാണ് യേശുക്രിസ്തു കടന്നുപോയത്. ഒരുവനും അത് ഗ്രഹിക്കുവാൻ പറ്റില്ല. അത്രമാത്രം ആഗണി, വേദനയാണ് യേശു അനുഭവിച്ചത്. 3 മണിക്കൂറുകൾ യേശു ആ തോട്ടത്തിൽ പിതാവിനോടൊപ്പം സംസാരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ 3 മണിക്കൂർ വേദന നിറഞ്ഞ മണിക്കൂറുകളായിരുന്നു. അതൊരു കാൽവറിയായിരുന്നു ഒരു വിധത്തിൽ പറഞ്ഞാൽ. പ്രിയ സഹോദരങ്ങളെ, നാം ഇത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യേശു എന്തിനായിരുന്നു ആ 3 ശിഷ്യന്മാരെ തൻ്റെ കൂടെ കൂട്ടിയത്? പ്രാർത്ഥനയിൽ തനിക്കൊരു ബലത്തിന്, തനിക്കൊരു സപ്പോർട്ടിന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥനയുടെ ശക്തി അത് യേശുവിനറിയാമായിരുന്നു. യേശു എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? തൃത്വത്തിൽ ഒരുവനായ പുത്രനാം ദൈവമായിരുന്നു യേശു. പുത്രനാം ദൈവമാണ് യേശു. എന്തിനാണ് യേശു പ്രാർത്ഥിക്കുന്നത്? യേശു സാക്ഷാൽ മനുഷ്യനും സാക്ഷാൽ ദൈവവുമായിരുന്നു. അവൻ 100% മനുഷ്യനും 100% ദൈവവുമായിരുന്നു. അവൻ്റെ ആ ദൈവത്വവും മനുഷ്യത്വവും അവനിൽ ഇൻസെപ്പറബിളായി ഒരുമിച്ച് ചേർന്നിരുന്നു. ഹൈപ്പോസ്റ്റാറ്റിക്കലി യുണൈറ്റഡ്. അത് വേർപിടിവിക്കുവാൻ പറ്റാത്ത വിധം യുണൈറ്റഡ് ആയിരുന്നു. യേശുക്രിസ്തു പലപ്പോഴും മിക്കവാറും മനുഷ്യപുത്രൻ എന്ന് വിളിക്കപ്പെടുവാനാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. കാരണം സാക്ഷാൽ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു. അതൊരു വലിയ, ആർക്കും മനസ്സിലാക്കുവാൻ പറ്റാത്ത ഒരു മിസ്റ്ററിയാണ്. എങ്ങനെയാണ് ദൈവം മനുഷ്യനായത്? എങ്ങനെയാണ് യേശു ഭൂമിയിൽ ജനിച്ചത്? എങ്ങനെയാണ് കന്യക ഗർഭം ധരിച്ചത്? ഇതൊക്കെയും മനുഷ്യ മനസ്സുകൾക്ക്, ചിന്തകൾക്ക് ഗ്രഹിക്കുവാൻ പറ്റാത്തതാണ്. യേശുവിൻ്റെ ആ മനുഷ്യത്വവും ദൈവത്വവും അതെങ്ങനെയാണ് യേശുവിൽ സംയോജിച്ചിരുന്നത്? അത്
ഒരു മനുഷ്യബുദ്ധിക്കും ഗ്രഹിക്കുവാൻ വയ്യ. മനുഷ്യപുത്രനായ യേശുവാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കണമേ. മറ്റെന്തെങ്കിലും വഴിയുണ്ടോ ഈ മാനവരാശിയെ രക്ഷിക്കുവാൻ? ഇതിൽ കൂടെ തന്നെ കടന്നു പോകണമോ? ആ മനുഷ്യപുത്രനായ യേശു പിതാവിനോട് ചോദിക്കുകയാണ്. പിതാവ് നോ എന്ന ആൻസറാണ് പറഞ്ഞത്. ഇതിൽ കൂടെ തന്നെ കടന്നു പോകണം, വേറൊരു വഴിയുമില്ല. ആ ഒരു ഉത്തരം കൊടുത്തതാണ് നമുക്ക് കാൽവറിയിൽ കാണുവാൻ കഴിഞ്ഞത്. എന്തിനായിരുന്നു യേശു സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്നത്? ആ ദൗത്യം അത് നിറവേറപ്പെടണം. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശുവിനെ പറ്റി പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നതെല്ലാം നിവർത്തിയാകണം. ഇത് പെട്ടെന്ന് തോന്നിയ ഒരു സംഗതിയല്ല യേശു ക്രൂശിക്കപ്പെടണമെന്നത്. യെരുശലേമിൽ കലാപമുണ്ടാക്കിയ ഒരാളെ ഓടിച്ചിട്ട് പിടിച്ച് കുരിശിൽ തറക്കുകയായിരുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ ജനനവും ഈ ക്രൂശീകരണവും ഈ കഷ്ടതകളും തനിക്ക് സംഭവിക്കാൻ പോകുന്നതെല്ലാം പ്രവാചകന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവചിച്ചതാണ്. അവരുടെ പ്രവചന പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് നിവർത്തിക്കപ്പെടുകയാണ്. മാനവരാശിയുടെ രക്ഷയ്ക്കായി ലോകസ്ഥാപനത്തിന് മുമ്പേ കരളിറക്കപ്പെട്ട കുഞ്ഞാടാണ്. അവൻ അറക്കപ്പെട്ട കുഞ്ഞാടാണ്. ഇതിൽ നിന്ന് മാറുവാൻ പറ്റില്ല. മനുഷ്യപുത്രനായ യേശുവാണ് ഇവിടെ ഈ കരയുന്നത്. വേഴ്സ് 38 നാം കണ്ടു, എൻ്റെ ഉള്ള മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പീൻ എന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. യേശുവിന് ഇത്തരുണത്തിൽ ആവശ്യം പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിൽ തന്നെ സഹായിക്കുവാനാണ് ആ പ്രിയ ശിഷ്യന്മാരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്. എന്നാൽ അവരിതാ ഉറങ്ങുന്നു. ഇത് നമുക്കും സംഭവിക്കുന്നതാണ്. പ്രാർത്ഥനയ്ക്കായുള്ള ഒരു വിളി, ഒരു ഇൻഡ്യൂഷൻ പലപ്പോഴും നമുക്കും ഉണ്ടാകും. അത് ചിലപ്പോൾ നാം ഉറങ്ങിക്കിടക്കുമ്പോഴാകാം, ചിലപ്പോൾ ഉണർന്നിരിക്കുമ്പോഴാകാം, ജോലി ചെയ്യുമ്പോഴാകാം. അപ്പോഴെല്ലാം ആ വിളിയെ ഗൗരവമായി എടുത്ത് നാം പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന ചിലപ്പോൾ നമുക്ക് വേണ്ടിയാകാം, മറ്റു ചിലപ്പോൾ പ്രാർത്ഥന അത്യാവശ്യമായിരിക്കുന്ന മറ്റാർക്കോ വേണ്ടിയാകാം. അവർ അത്യാവശ്യത്തിലായിരിക്കുന്നവർ ആകാം. നാം പ്രാർത്ഥിക്കണം. ഇവിടെ യേശുവായിരിക്കുന്നത് എണ്ണച്ചക്കിലാണ്. അതായത് ഗത്സമേൻ തോട്ടം. ഗത്സമേൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എണ്ണച്ചക്ക് എന്നാണ്. ബെത്ത് ചക്ക്, സെമിനെ ഓയിൽ. It was a moment of profound, crushing emotional burden, similar to the pressing of olives in a press, resulting in him sweating blood. യേശു രക്തം വിയർത്തു എന്നാണ് നാം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നത്. 22-ാം അധ്യായം 44-ാം വാക്യം. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. 3 മണിക്കൂറുകളാണ് പ്രകാരം ആ തോട്ടത്തിൽ, ആ പ്രസ്സിൽ യേശുവായിരുന്നത്. ഈ സുവിശേഷകനായ ലൂക്കോസ് ഒരു ഡോക്ടറായിരുന്നു. ആ ഡോക്ടറിന് മനസ്സിലായി ഇത് ഹീമറ്റോഡ്രോസിസ് ആണെന്ന്. ക്യാപ്പിലറീസ് എല്ലാം പൊട്ടി ആ സ്ട്രെസ്സിൽ വിയർപ്പായി വരുന്നത് വെള്ളമല്ല, രക്തമാണ്. യഥാർത്ഥത്തിൽ യേശു ആ ഗത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുക മാത്രമായിരുന്നില്ല, കരയുകയായിരുന്നു. കരയുക മാത്രമായിരുന്നില്ല, നിലവിളിക്കുകയായിരുന്നു. He was not just crying, he was weeping.
അവൻ വിയർക്കുക മാത്രമായിരുന്നില്ല. He wasn't just sweating water, he was sweating blood. യേശുക്രിസ്തു പറഞ്ഞു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഞാൻ കുടിക്കാതെ അത് നീങ്ങിപ്പോകണമേ. യേശുക്രിസ്തുവിലുള്ള ആ മനുഷ്യപുത്രനാണ് ഈ പറയുന്നത്. ഒരു മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥ, തനിക്ക് സംഭവിക്കുവാൻ പോകുന്നത് അത്ര വലിയ നിഷ്ഠൂരമായ അതിവേദനയായ സംഗതിയാണ്. ക്രൂശീകരണത്തിന് തൊട്ടു മുമ്പുള്ള ഈ അവസ്ഥയിലാണ് യേശു പ്രാർത്ഥിച്ചത്. യേശുവിൻ്റെ കഷ്ടതയുടെ ഈ തീവ്രത എബ്രായ ലേഖനം കർത്താവിൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹീബ്രൂസ് ചാപ്റ്റർ 5:7. ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിച്ചു. ജീസസ് ഓഫേർഡ് പ്രേയേഴ്സ് ആൻഡ് പ്ലീഡിങ്സ് with a loud cry and tears to the one who could rescue him from death. യേശു മരണം ആസ്വദിക്കുകയായിരുന്നുവെന്ന് 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു. ഏവർക്കും വേണ്ടി മരണം ആസ്വദിച്ചവൻ. ജീസസ് ടേസ്റ്റഡ് ഡെത്ത് ഫോർ എവ്രി വൺ. എന്തിനാണ് യേശു ഇങ്ങനെ കരയുന്നത്? അത് കരയുന്നത് നാം കണ്ടുവല്ലോ. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിച്ചു. മനുഷ്യപുത്രനായ യേശു കരയുകയാണ്. ജീസസ് സബോർഡിനേറ്റഡ് ഹിംസെൽഫ് ഫോർ അവർ സേക്ക്, ഫോർ അവർ സാൽവേഷൻ. അവൻ ദൈവസാദൃശ്യത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. ഫോർ അസ്, നമുക്ക് വേണ്ടിയാണ്. ക്രൂസിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി. ആ പിതാവിൻ്റെ സന്നിധിയിലാണ് ഈ മനുഷ്യപുത്രൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഈ തൃത്വത്തിൽ രണ്ടാമനായ ആ ദൈവം നിൽക്കുന്നത്. നമുക്ക് വേണ്ടി, നമുക്ക് വേണ്ടി. ഈ ദുഃഖവെള്ളിയാഴ്ച നാം അതാണ് ഓർക്കേണ്ടത്, സ്മരിക്കേണ്ടത്, ധ്യാനിക്കേണ്ടത്. യേശു ഇത്രയും നിലവിളിക്കുവാൻ കാരണം, രക്തം വിയർക്കുവാൻ കാരണം, പിതാവിൻ്റെ ഹിതത്തോട് തൻ്റെ ഹിതം ഏകീഭവിപ്പിക്കുവാൻ ഉള്ള ആ ശ്രമമായിരുന്നു. ജീസസ് wanted to align his will to the will of his Father. താൻ അതിന് പാപമാക്കപ്പെടണം. മാനവജാതിയുടെ പാപമെല്ലാം തന്മേൽ ഏറ്റെടുത്ത് താൻ പാപമായി മാറി. പാപം അശുദ്ധിയാണ്. പിതാവാൻ ദൈവം ആ അശുദ്ധിയെ നോക്കാതെ തൻ്റെ കണ്ണുകൾ മറച്ചു കളഞ്ഞു. തന്നെയുമല്ല, പാപത്തോടുള്ള ആ ദൈവക്രോധം, ആ ദൈവക്രോധത്തിൻ്റെ തീയിലാണ് യേശുക്രിസ്തു വെന്തെരിഞ്ഞത്. നമുക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, നാം ഓരോരുത്തർക്കും വേണ്ടി. യേശുവിൻ്റെ നിലവിളിയുടെ പ്രസക്തി അവിടെയാണ്. ദൈവത്തിൻ്റെ ഹിതം നിറവേറുവാൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ ദാരുണമായ, ആ പ്രയാസമേറിയ ആ ഘട്ടം. Divine judgment of the sins of the whole world caused Jesus agony. He couldn't suffer the separation from the Father.
അവൻ ആ തോട്ടത്തിൽ ഏകാന്തത അനുഭവിച്ചു. എല്ലാവരും തന്നെ ഡെസേർട്ട് ചെയ്തു, വിട്ടിട്ട് പോയി. അവൻ ഏകനായിരുന്നു. പടയാളികൾ തന്നെ പിടിച്ചപ്പോൾ പ്രിയ ശിഷ്യന്മാരും മറ്റ് ശിഷ്യന്മാരും എല്ലാം വിട്ടിട്ടോടി. ഇതെല്ലാം കർത്താവ് സഹിച്ചത് നമുക്ക് വേണ്ടിയാണ്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് പിതാവിൽ നിന്ന് ആ ശക്തി സംഭരിക്കുവാനാണ്. ഇതെല്ലാം സഹിക്കുവാനുള്ള ശക്തി തരണമേ. അതായിരുന്നു യേശുവിൻ്റെ ഗത്സമനിലെ പ്രാർത്ഥന. ആ അതിദാരുണമായ വേദന സഹിക്കുവാൻ പിതാവാം ദൈവം യേശുവിനെ സഹായിച്ചു. ക്രൂശ് ഒഴിവാക്കാനല്ല, ചുമക്കുവാൻ തന്നെ യേശു തീരുമാനിച്ചു. കാരണം ഇത് ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ നിയമിക്കപ്പെട്ടതാണ്. ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ അർക്കപ്പെട്ട കുഞ്ഞാടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ ഗോഡ് ഹെഡിൽ അങ്ങനെ ഒരു തീരുമാനം മുന്നമേ എടുത്തിരുന്നതാണ്. ഇത് പ്രവചനങ്ങളുടെ നിവൃത്തിയാണ്. ഇവിടെ പിതാവാം ദൈവം മരിച്ചില്ല, പരിശുദ്ധാത്മാവാം ദൈവം മരിച്ചില്ല. പുത്രനാം ദൈവമായ യേശു ക്രിസ്തുവാണ് ജഡത്തിൽ കഷ്ടത അനുഭവിക്കുകയും മരിക്കുകയും ചെയ്തത്. മരിച്ചവൻ ദൈവമായിരുന്നു. ദൈവം മരിക്കുമോ? വിശുദ്ധനായ പത്രോസ്ലീഹ 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നു, 2 Peter chapter 3 verse 18, യേശു ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. Jesus, the second person of the Trinity, truly experienced death in the flesh. ജഡം ധരിച്ച ദൈവം ജഡത്തെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. God experienced human death to save humanity. മാനവരാശിയെ രക്ഷിക്കുവാനാണ് ദൈവം ഈ പദ്ധതി തയ്യാറാക്കിയത്. ദൈവിക സ്വഭാവത്തിന് ഒരിക്കലും മരണമില്ല. തൃത്വം ഇവിടെ ഇല്ലാതെയായിപ്പോയില്ല. യേശു ക്രിസ്തുവായി മാനുഷവേഷം ധരിച്ച് ഈ ഭൂമിയിൽ വന്ന തൃത്വത്തിൽ ഒരുവനായ ആ പുത്രനാം ദൈവം ജഡത്തിൽ കഷ്ടത അനുഭവിച്ചു, മരിച്ചു, ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ടു. ഇത് നാം മറന്നുകൂടാ. ഇത് നാം മനസ്സിലാക്കണം. സിനോപ്റ്റിക് ഗോസ്പൽസ്, അതായത് സെയിൻറ്റ് മാത്യു, മാർക്ക് ആൻഡ് ലൂക്ക്, ഇവർ 3 പേരും അവരുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് യേശുവിൻ്റെ ദാരുണമായ ആ ഗത്സമേൻ തോട്ടത്തിലെ ആ നിലവിളിയും വേദനയും എല്ലാമാണ്. അതേസമയം യോഹന്നാൻ ശ്ലീഹ എഴുതിയിരിക്കുന്നത് എന്താണ്? നിങ്ങൾ ആരെ തിരയുന്നു എന്ന് യേശു ആ പടയാളിനോട് ചോദിച്ചു. അപ്പോൾ പറയുന്നു, നസറാനായ യേശുവിനെയാണ് തിരയുന്നതെങ്കിൽ അത് ഞാനാണ്. ഇവരെ വിട്ടേക്കുക. മരിക്കുവാൻ പോകുന്ന സന്ദർഭത്തിൽ പോലും ശിഷ്യന്മാരെ പറ്റിയുള്ള ചിന്ത അവർക്കൊന്നും ഭവിക്കരുത്. നിങ്ങൾ നസ്രാനായ യേശുവിനെയാണ് തിരയുന്നതെങ്കിൽ അത് ഞാനാണ്. ഐ ആം ഹീ. ഐ ആം എന്ന വാക്ക് കേട്ടപ്പോഴേ പടയാളികൾ പുറമോട്ട് വീണു, മലനടിച്ച് വീണു. സാക്ഷാൽ ദൈവത്വം അവിടെ വെളിപ്പെടുകയാണ് ചെയ്തത്. ഐ ആം, the great I am, caused the soldiers to fall to the ground. ആ വാക്കുകൾക്കേൽ, ആ പേരുകൾക്കേൽ അവർ പുറമോട്ട് മറിഞ്ഞു വീണു എന്നാണ് വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയ ദൈവജനമേ, നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മെ രക്ഷിക്കുവാൻ ദൈവം ഒരുക്കിയ പദ്ധതി അത് നമ്മോടുള്ള മഹാസ്നേഹ നിമിത്തമായിരുന്നു.
അതിനുവേണ്ടിയായിരുന്നു അവൻ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകരുത്, അവർ നിത്യജീവൻ പ്രാപിക്കണം. നമ്മെ അത്രമാത്രം സ്നേഹിച്ചു പുത്രനെ വിട്ടുകൊടുക്കുവാൻ തക്കവണ്ണം, മാനുഷവേഷം ധരിക്കുവാൻ തക്കവണ്ണം അവൻ സ്വർഗമഹിമകളെ വിട്ടു. അതെല്ലാം നമ്മോടുള്ള മഹാസ്നേഹ നിമിത്തമായിരുന്നു. ആ ഗത്സമനിലെ നിലവിളി അത് നമുക്ക് വേണ്ടിയായിരുന്നു. ദ ഗ്രേറ്റ് ഐ ആം എന്ന ദൈവമായിരുന്നു അത്. ഓരോ സന്ദർഭങ്ങളിൽ ഈ ദൈവത്വം വെളിപ്പെടുന്നു. ആ കരഞ്ഞ ഗത്സമേൻ തോട്ടത്തിൽ വെച്ച് തന്നെ ആ ദൈവത്തിൻ്റെ ആ ദൈവത്വം അനുഭവിക്കുവാൻ ആ പടയാളികൾക്ക്, ആ ശത്രുക്കൾക്ക് മനസ്സിലായി. ആ പേര് കേട്ടപ്പോഴേ അവർ പുറമോട്ട് വീണു. നമ്മളുള്ള ദൈവത്തിൻ്റെ സ്നേഹം എത്രമാത്രം വലുതാണ്. ഈ ദുഃഖവെള്ളിയാഴ്ച നാം അനുസ്മരിക്കുമ്പോൾ നാം ഓർക്കേണ്ടത് ആ മഹാസ്നേഹമാണ്. നമുക്ക് വേണ്ടി തൻ്റെ ശരീരവും തൻ്റെ രക്തവും ഊറ്റിത്തന്ന ആ ദൈവത്തിൻ്റെ മഹാസ്നേഹത്തെ. May the grace of our Lord Jesus Christ be with you till we meet again with the Easter message. Thank you and God bless. Jesus climbed the hill to the garden still, his steps were